അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ രാവിലെ തന്നെ ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കണമെന്ന് വിചാരിക്കണ്ട. ഇത് മുട്ട റോസ്റ്റിനുള്ളതാണ്. പക്ഷെ ഒറ്റ മുട്ട മതിയിട്ട് അവർ പിന്നെ റോസ്റ്റിലത്തെ മുട്ട അങ്ങനെ തിന്നൂല കേട്ടോ. വെറുതെ പുഴുങ്ങിയിട്ട് ഒരു മീഡിയം വേവിലെടുത്ത് കൊടുത്താലേ തിന്നുള്ളൂ. അപ്പോൾ കുഞ്ഞാറ്റ പിന്നെ ആ വെള്ളം അതൊക്കെ തിന്നും, മഞ്ഞ ഉണ്ണി തിന്നൂല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒറ്റ മുട്ട വെച്ചുള്ളൂ. വെറുതെ വേസ്റ്റായിട്ട് തട്ടി കളിക്കണ്ടല്ലോ. പിന്നെ ഇതാ മൈദ ദോശക്കുള്ള മൈദൊക്കെ ഇതാ കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടാവാനുള്ള വഴുതനങ്ങ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരിത്തിരി ഓയിലിട്ടിട്ട് അങ്ങനെ മൊരിച്ച് കൊടുക്കുക. അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളെ റോസ്റ്റിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അത് അവിടെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൈദ ദോശ ഇപ്പം ഉണ്ടാക്കൂല കേട്ടോ. അത് കുറച്ച് അവർ കുട്ടികൾ വരാനാകുമ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ. അതിനിടയ്ക്ക് അടുക്കളയത്തെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. പിന്നെ നിങ്ങളോട് ഞാൻ എല്ലാവരോടും ഒരു പ്രത്യേക കാര്യം പറയട്ടെ. നമ്മളില്ലേ, വേറുള്ളവർക്കൊരു ദുഃഖം വരുമ്പോഴോ അവർക്കൊരു വിഷമം വരുമ്പോഴോ നമ്മൾ സന്തോഷിക്കാൻ നിൽക്കരുത്. അത് അത്ര നല്ലൊരു കാര്യമല്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. പച്ചപ്ലാവില എന്താ പറയുക, പഴുക്കപ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കരുതെന്ന് പറയില്ലേ. ഒരു ദിവസം നമ്മളും അതേപോലെ പഴുത്ത് വീഴും. അതെല്ലാവരും ഒന്ന് ആലോചിക്കല്ലേ. ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്ക്. അങ്ങനെയാണ് ഇപ്പോൾ പടച്ചോന്. ഇപ്പോഴത്തെ പടച്ചോന് പറഞ്ഞൊക്കെ പെട്ടെന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അത് ചിന്തിക്കുക. നമ്മൾ ഒരാളുടെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിക്കാൻ നിൽക്കരുത്. തിരിച്ച് നമുക്കും അതേപോലെ ഒരു അവസരം വരൂലേ. അപ്പോൾ അങ്ങനെ ഒന്നും ആരും ചെയ്യാതിരിക്കുക. എല്ലാവർക്കും ജീവിക്കണം അല്ലേ, ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കണം. നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ളവരൊന്ന് ചിന്തിക്കുക. എന്താ പറയുക, ഒരാളുടെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിക്കാതിരിക്കുക. ഞാൻ പിന്നെയും പറയാൻ കേട്ടോ. ഓരോ അനുഭവങ്ങളിലൂടെ ആവും നമ്മൾ ഓരോരുത്തർ പറയുക. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുക. അല്ലാതെ എന്തെങ്കിലും വേറൊരാളോട് നമുക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ട്, അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയുക. നമ്മളവരെ പിന്നീന്ന് കുത്താതിരിക്കുക, മറ്റുള്ളവരോട് അവരെ പറ്റിയിട്ട് കുറ്റം പറയാതിരിക്കുക കേട്ടോ. അതൊക്കെ നല്ല കാര്യങ്ങളല്ല അതൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യാത്തയും പറയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ വേറുള്ളവരെ വഴി നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഒരുപാട് വേദന അല്ലേ. അപ്പോൾ അത് ചിന്തിക്കുക കേട്ടോ. നമ്മളൊരാളെ വേദനിപ്പിച്ചാൽ നമ്മളെ വേദനിപ്പിക്കാൻ 1000 ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ചിന്തിക്കുക. പിന്നെ ഇത് ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലൊന്ന് പൊട്ടിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പൊട്ടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ദോശക്കൽ നമ്മളെ വഴുതനങ്ങൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കുട്ടികളെ പാത്രത്തിലൊക്കെ ആക്കി വെച്ച് അവർക്ക് സ്നാക്സിനുള്ളതൊക്കെ ആക്കി വെച്ച് അവരതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം ദോശ ചൂടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ മുട്ട റോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതാ ഒരു മുട്ട ഒരു 3 കഷ്ണമായിട്ട് കീറിയിട്ട് ഞാനത് നമ്മളെ റോസ്റ്റിലിട്ടിട്ടാ. അപ്പോൾ അങ്ങനെ ഉണ്ട് ഇതാക്കുക. അപ്പോൾ പിന്നെയും കുഴപ്പമില്ലല്ലോ. ആ 2 മുട്ട ഇട്ടാൽ അങ്ങനെ തട്ടിക്കളിക്ക് വൈകുന്നേരം വരെ. എനിക്കും അങ്ങനെ, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്നും തിന്നാൻ തോന്നില്ല. നമ്മൾ കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്തും നല്ല ഇഷ്ടമാവില്ല എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ. അപ്പോൾ അത് വഴുതിയൊക്കെ നന്നായി മൊരിഞ്ഞ് കുട്ടികളെ പാത്രത്തിലൊക്കെ ആക്കി വെച്ച് കൊടുത്ത് അവരതൊക്കെ സെറ്റായതിന് ശേഷം ഞാനിതാ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് നിലത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് തിളപ്പിക്കാമെന്ന് വെച്ചാൽ അതും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞ് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. പരമാവധി പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇന്നലെ ഞാനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ക്യാമറ അല്ലേ, എങ്ങനെ എടുത്തിട്ടും തല തിരിഞ്ഞിട്ടാണ് ഗാലറിക്ക് വരുന്നത്. എടുക്കുമ്പോൾ നല്ലപോലെ ആവുന്നുണ്ട്, പക്ഷെ ഗാലറിക്ക് വരുമ്പോൾ തല കുത്തനെ വരുന്നത്. അപ്പോൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോൾ തല കുത്തനായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇന്നലെ കുറേ സമയം അങ്ങനെ പോയിട്ടാണ്. പിന്നെ മോന് സ്കൂളിട്ട് വന്നിട്ട് മോനാണ് ശരിയാക്കി തന്നത്. നമുക്ക് ഫോണിനെ പറ്റിയിട്ടുള്ള ABCD ഒന്നും ഫുൾ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓൻ വന്നിട്ട് പിന്നെ എന്തോ സെറ്റിങ്സിൽ എന്തോ ചെയ്തപ്പോൾ ശരിയായിട്ട് അതിൻ്റെ അടുത്തുനിന്ന് ഫോണൊന്ന് താഴത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെറ്റിങ്സൊക്കെ അങ്ങോട്ട് മാറിയതാണ് തോന്നുന്നു. എന്നിട്ട് മോൻ വന്നിട്ട് അടാക്ക് ശരിയാക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഉമ്മാൻ്റെ അവിടെ നിന്ന് ഞാൻ മിഞ്ഞാന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞിട്ട് മിഞ്ഞാന്ന് പോകുന്നു. പക്ഷേ അതൊന്ന് ഭയങ്കര തലവേദന കേട്ടോ. തലവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ. ഇത് മറ്റേ മൈഗ്രെയിൻ്റെ അല്ല കേട്ടോ. മൈഗ്രെയിൻ്റെ ആണെങ്കിൽ നമ്മൾ 2 സൈഡിൽ ചെന്നിക്കുത്ത് പോലത്തെ ഒരു വേദനവും വരിക. അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്നിങ്ങനെ കുറച്ച് നേരം കിടന്നാൽ തന്നെ അത് മാറും കേട്ടോ. ഇതല്ല, തല മൊത്തം ഒരു വേദനയാണ് കേട്ടോ. എന്തായാലും എല്ലാ വേദനകളും പടച്ചോൻ മാറ്റി തരട്ടല്ലോ. ഒന്നല്ലെങ്കിൽ എന്നും ഉണ്ടാവും. അത് സാധാരണ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞു കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പരമാവധി പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.